എൻ്റെ ശരീരത്തിൽ എവിടെ പിടിച്ചാലും വേദനയാണ്. എനിക്ക് ഒരു യാത്ര ചെയ്താൽ മൊത്തം ശരീരം വേദനയാണ്, നടന്നു കഴിഞ്ഞാൽ വേദനയാണ്, അടുക്കളയിൽ ജോലി ചെയ്താൽ വേദനയാണ്, വെറുതെ കടന്നാൽ വേദനയാണ്. അതായത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നേച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിയുള്ളൂ, ഇതൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ചെയ്യുകയാണ്. പക്ഷേ എനിക്കത് ഭയങ്കര വേദനയാണ്. എൻ്റെ ഭർത്താവ് വന്നേച്ച് എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. പക്ഷേ എനിക്ക് ആ കെട്ടിപ്പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ഇതിനേക്കാട്ടിലും കൂടുതൽ ഞാൻ ഭർത്താവിനോട് അരിശപ്പെടുകയാണ്. എനിക്ക് വേദനയാണ്, ശരീരം മൊത്തം വേദനയും നീർക്കെട്ടുമാണ്. ഇതിനെ നമ്മൾ ഫൈബ്രോമയാൽജിയ എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലൊന്നും മാറത്തില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണങ്ങളിൽ വരുന്നതിനകത്ത് ഒരു 60% വരുന്നത് നമ്മുടെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്തും തൈറോയ്ഡിലെ നീർക്കെട്ടാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഇത് കോമൺ ആയിട്ട് വരും. ഫാറ്റ് ലിവർ വന്നേച്ച് ഗ്ലൂട്ടത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് ഇത് ഫർദർ നമ്മുടെ ഓരോ അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. പിന്നെയുള്ളത് നമ്മുടെ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. പ്രത്യേകിച്ചും ഈ യൂട്രസിൽ മുഴ, ഓവറിലെ സിസ്റ്റ്, വെയിറ്റ് വല്ലാതെ കൂടുന്നു, പോഷകങ്ങൾ പ്രോപ്പറായിട്ട് സപ്ലൈ ആകാതിരിക്കുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇത് വരും. ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുടലിലെ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ശരീരം മൊത്തം വേദന ഉണ്ടാവും. രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളും രക്ത ഓട്ടം പ്രോപ്പർ അല്ലാതാകുമ്പോൾ ഇതുണ്ടാവും. അപ്പോൾ ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ വേദനയ്ക്ക് മരുന്ന് എടുത്താലൊന്നും കാര്യം മാറില്ല. കാരണം അതിൻ്റെ കാരണങ്ങളിൽ കിടക്കുന്ന ഏത് പ്രശ്നം കൊണ്ടാണ് ഇവർക്കിത് വന്നേ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇൻഫ്ലമേഷൻ കൂടുന്ന ഫുഡുകൾ മാറ്റി വെച്ചാൽ തന്നെ ഒത്തിരി മെച്ചം കിട്ടും. അപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അവർക്ക് വേണ്ടുന്ന ഡയറ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതേ പറ്റത്തുള്ളൂ, ഇത് പറ്റത്തില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ വേണ്ടുന്ന പല ആളുകൾക്കും പോഷകക്കുറവ് കൊണ്ട് തന്നെ വിറ്റമിൻ ഡി, അയൺ, ഫെറിറ്റിൻ, ഒമേഗ 3 ഇങ്ങനെ പല കാര്യങ്ങളിൽ പോഷകക്കുറവിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതാവും. അത് നല്ല അളവിലേക്ക് ബോഡിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒത്തിരി ചേഞ്ചസ് വരും. പ്രോബയോട്ടിക്സ് പല സാഹചര്യങ്ങളിൽ പ്രോബയോട്ടിക്കിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീബയോട്ടിക്കാണ്. കുടലിലെ ഇൻഫ്ലമേഷൻ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോൾ വേദനയ്ക്ക് മരുന്നെടുക്കാതെ വേദന കുറയും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആസ്വദിച്ചാണ് പോകേണ്ടത്. നമ്മൾ ഈ മൊത്തം എവിടെ പോയാലും നമ്മുടെ ഈ വേദന കാരണം നമ്മളുടെ ആസ്വാദന അളവുകളെല്ലാം നമ്മൾ കുറയും. പലപ്പോഴും നമുക്ക് അരിശം വരും, ദേഷ്യം ഉണ്ടാകും, പല ആളുകളോട് നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഇതൊന്നും അവരോടുള്ള വിരോധം കൊണ്ടായിരിക്കത്തില്ല, നമ്മുടെ വേദന കൊണ്ടും പ്രയാസം കൊണ്ടായിരിക്കും. പക്ഷേ അത് നിസ്സാരമായിട്ട് ശരിയാക്കി എടുക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ.